ഇത്തവണത്തെ ഇലക്ഷനിൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസ് ജയിച്ചാൽ താൻ തലമൊട്ടയടിച്ച് കമ്മലിട്ട് കിഡ്സൺ കോർണർ മുതൽ SM സ്ട്രീറ്റ് വഴി റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമെന്ന് പറയുകയാണ് PV അൻവർ. ഈ പ്രഖ്യാപനം നടത്തിയ അൻവർ സമാനമായ വെല്ലുവിളി ഏറ്റെടുക്കാൻ PA മുഹമ്മദ് റിയാസ് തയ്യാറുണ്ടോ എന്നും കൂടെ ചോദിക്കുന്നു. റിയാസ് ബേപ്പൂരിൽ വലിയ വിജയപ്രതീക്ഷ പുലർത്തുമ്പോഴും മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ തനിക്ക് അനുകൂലമാകുമെന്നാണ് അൻവറിന്റെ ചിന്ത. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും അൻവർ അവകാശപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ രീതികളും അദ്ദേഹത്തിന്റെ മരുമകൻ എന്ന നിലയിൽ മുഹമ്മദ് റിയാസ് CPM-ൽ നടത്തുന്ന അനാവശ്യ ഇടപെടലുകളുമാണ് പാർട്ടിയെ തകർക്കുന്നതെന്നും അൻവർ ഫറൂഖിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയിലെ അപ്രമാദിത്വം പാർട്ടിയെ നാശത്തിലേക്ക് നയിക്കുന്നു എന്നും പാർട്ടിയെ മുഹമ്മദ് റിയാസ് ഹൈജാക്ക് ചെയ്തു എന്നുമാണ് അൻവർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിയന്ത്രണത്തിൽ മാത്രമുള്ള ഒരു സംവിധാനമായി പാർട്ടിയെ മാറ്റാൻ റിയാസ് ശ്രമിച്ചുവെന്നും ഇതിന് പാർട്ടി സെക്രട്ടറി വളം വെച്ചു കൊടുത്തു എന്നും അൻവർ കുറ്റപ്പെടുത്തി. പാർട്ടിക്കുള്ളിലെ കുടുംബാധിപത്യം കാരണം അണികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടെന്നും അത് ഇക്കുറി വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറയും. ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതനത്തിന്റെ പാതയിലാണെന്നും അൻവർ ഒരു മുന്നറിയിപ്പും നൽകുന്നു. കൂടാതെ ബേപ്പൂരിൽ BJP CPM ഡീൽ പൊളിഞ്ഞുവെന്ന് പറഞ്ഞ അൻവർ കേരളത്തിലെ BJP ലീഡർഷിപ്പ് പിണറായിക്ക് കഞ്ഞി വെച്ചു കൊടുത്തുവെന്ന ഗുരുതര ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയും തെരഞ്ഞെടുപ്പിലെ വലിയ വിഷയമായി മാറി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഓഫീസ് പൂട്ടുന്ന തെരഞ്ഞെടുപ്പാകും ഇത്. ജനവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായിയെ എടുത്ത് കളയാൻ ജനങ്ങൾ തീരുമാനിച്ചത്. വെള്ളാപ്പള്ളി ന്യൂനപക്ഷങ്ങളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ആളാണ്. അയാൾക്ക് പൂമാലയിട്ട് കൊടുത്തത് പിണറായി വിജയനാണെന്നും അൻവർ പറയും. ഇന്നലെ വരെ ഇത്രയ്ക്ക് ആവേശം ഇല്ലാതിരുന്ന അൻവർക്ക് ഇന്നലെ എക്സിറ്റ് പോൾ റിസൾട്ട് കണ്ടതോടെയാണ് ഇത്തരം കൂതറ വെല്ലുവിളിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതേസമയം എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രമുണ്ടെന്നും 4-ാം തീയതി അത് മനസ്സിലാകുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. എക്സിറ്റ് പോൾ എന്താണെന്ന് 4-ാം തീയതി അറിയാമെന്നും ന്യൂനപക്ഷ ഏകീകരണം സംസ്ഥാനത്ത് നടന്നിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. സ്ത്രീ വോട്ടർമാർ ഇടതുമുന്നണിയോടൊപ്പം തന്നെ നിൽക്കുമെന്നും റിയാസ് പറയുന്നു. ഇതേപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിൽ പരാജയപ്പെട്ടാൽ തല മൊട്ടയടിക്കുമെന്ന് EM അഗസ്തി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ വാക്ക് പാലിക്കുകയും ചെയ്തു. വേളാങ്കണ്ണിയിൽ പോയി തല മൊട്ടയടിച്ചു. എന്നാൽ അൻവർ വാക്ക് പാലിക്കാത്ത ഒരാളായതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ പ്രതീക്ഷയൊന്നും വേണ്ടതായിരുന്നു. ഒരുപക്ഷെ ബേപ്പൂരിൽ അൻവർ ഒരുപാട് പണം ഒഴുക്കിയിട്ടുണ്ടാകാം. ആ ഒരു ആത്മവിശ്വാസം കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത്. എന്നാൽ കുറെ നാൾ അധികാരത്തിൽ നിന്നും പുറത്തായ ഒരാളുടെ ജൽപ്പനങ്ങളായി മാത്രമേ അൻവറിന്റെ ഈ പുതിയ വെല്ലുവിളികളെ ജനങ്ങൾ കാണുന്നുള്ളൂ. രാഷ്ട്രീയം എന്നത് ആശയങ്ങളുടെ പോരാട്ടമാണെന്ന് അൻവർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. കമ്മലിടുന്നതും മൊട്ടയടിക്കുന്നതുമാണ് രാഷ്ട്രീയമെന്ന് കരുതുന്ന അൻവറിനോട് സഹതാപവും പുച്ഛവും മാത്രമേ തോന്നുന്നുള്ളൂ. ഇതിലും വലിയ വിടുവായന്മാർ ഇപ്പോൾ ആരുമല്ലാത്ത അവസ്ഥയിൽ പാലായിലും പൂഞ്ഞാറിലുമൊക്കെ പള്ളിപ്പെരുന്നാളിനെ കറങ്ങി നടക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിന് വേണ്ടത് ആദർശ ധീരന്മാരായ നേതാക്കളെയാണ്, അല്ലാതെ കോമാളിത്തരം വിളിച്ചു പറയുന്നവരെ അല്ല. എന്തായാലും ശ്രീ PV അൻവർ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം. മുടിയൊക്കെ കളഞ്ഞ് കമ്മലിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമ്പോൾ ഒറ്റയ്ക്കൊന്നും പോകരുത്. മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് നിമിഷവും താങ്കളെ സമീപിക്കാൻ സാധ്യതയുണ്ട്. കാരണം താങ്കൾ സ്ത്രീവേഷമാണ് അണിഞ്ഞിരിക്കുന്നത്.